ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മേത്തല ഈസ്റ്റ് യൂണിറ്റ് വയോജന ദിനാചരണം നടത്തി. ആനാപ്പുഴയിൽ നടന്ന വയോജന ദിനാചരണം കോട്ടപ്പുറം കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ഫാദർ ഡൊമിനിക് പിൻഹീറോ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് 59 വയസ്സായി. 55 വയസ്സിൽ റിട്ടയർഡ് ആകുന്ന ഒരു കാലഘട്ടമാണ്. ചെറുപ്പക്കാർ 56 അല്ലേ, ചെറുപ്പക്കാരെ അത് കുറച്ചും കൂടി വേഗത്തിലാക്കാൻ പറയുന്നുണ്ട്. കാരണം എങ്കിലും നമ്മെ സംബന്ധിച്ചത് ഇത് വലിയ സന്തോഷത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ്. കാരണം പണ്ടത്തെ കാലത്ത് പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ പറ്റിയ പോലെ പോയി അല്ലേ. ചില സമയത്ത് അറമ്പറ്റി പോകും ചിലർ പറയാറുണ്ട്. കാരണം പിന്നെ ഒന്നിനും ആരോഗ്യമില്ല. അന്ന് വരെയും ഓടിച്ചാടി കളിച്ചിരുന്ന ഒരു പെൻഷൻ പറ്റി പിറ്റേ ദിവസം പെട്ടെന്ന് ഡൗൺ ആയി പോകും. ഒരു നമ്മൾ പറയാറുണ്ട് ഒരു ഡിപ്രഷൻ പോലെ ആവും പണ്ടത്തെ കാലത്ത്. പക്ഷെ ഇന്ന് ആ കാലഘട്ടം മാറി. അന്നങ്ങനെ വരാൻ കാരണം പെൻഷൻ പറ്റിയതോടുകൂടി എന്നെ കൊണ്ട് ഇനി ഒരു ഉപകാരമില്ല എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വന്നതുകൊണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പെൻഷൻ പറ്റുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് നമ്മൾക്ക് എത്രമാത്രം കഴിവുകളുണ്ടായിരുന്നു, നമ്മൾക്ക് എത്രമാത്രം ശക്തി ഉണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോഴാണ് പിന്നീടാണ് മനസ്സിലാവുന്നത്. കാരണം പ്രായം കൂടുന്തോറും ജ്ഞാനം കൂടുന്നു. അതുപോലെ തന്നെ ആ ജ്ഞാനം പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. പണ്ടൊരു വേദി ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇന്നൊരു വേദിയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ഓർക്കുക, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് വയോജനങ്ങൾ. വൃദ്ധജനങ്ങൾ എന്നവർ വിളിക്കുന്നത് തന്നെ അത്ര ശരിയാണെന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. അവർ വൃദ്ധരല്ല, മറിച്ച് ജ്ഞാനത്താൽ നിറഞ്ഞവരാണ്, കഴിവുകളുള്ളവരാണ്, ലോകം കണ്ടവരാണ്. നമ്മൾ പറയാറില്ല എത്ര പൂർണ്ണചന്ദ്രന്മാരെ കണ്ടവരൊക്കെ ആണ് ഈ പ്രായമുള്ളവർ. പലപ്പോഴും നമ്മളൊരു വീട്ടിൻ്റെ ഉള്ളിൽ തളച്ച് അവിടെ ഒരു മൂലക്കിരുത്തുന്ന ഒരു പ്രവണത പണ്ടുണ്ടായിരുന്നു. ഇന്ന് മാറി. ഞാൻ വിദേശത്ത് ജീവിച്ച് വന്നതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ അറിയാം. പ്രായമായിട്ടുള്ളവർ ആണ് എല്ലാത്തിൻ്റെയും മുൻപന്തിയിൽ. യൂണിറ്റ് പ്രസിഡന്റ് CS ശ്രീകുമാർ അധ്യക്ഷനായി. സാംസ്കാരിക പ്രവർത്തക ഉഷാകുമാരി ടീച്ചർ മുഖ്യ പ്രഭാഷണം നടത്തി. ഡോക്ടർ KS പ്രഭുവിനെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി NAM അഷ്റഫ് ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. PV സാവിത്രി ടീച്ചർ, VP തോമസ്, NK തങ്കരാജ്, VK ജോഷി, M മണി മേനൻ, സുരേന്ദ്രൻ മാസ്റ്റർ, K രാജഗോപാൽ, CC വത്സല, ആനി യൂജിൻ, ഷീല സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. 80 വയസ്സ് കഴിഞ്ഞ പെൻഷൻ അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.